ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ആ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ചിലർ പീലാത്തോസ് ചില ഗലീലയക്കാരോട് ചോര അവരുടെ യാഗങ്ങൾ കലർത്തിയ വർത്തമാനം അവനോട് അറിയിച്ചു. അതിന് അവൻ ഉത്തരം പറഞ്ഞത്, ആ ഗലീലയക്കാർ ഇത് അനുഭവിക്കിയാൽ എല്ലാ ഗലീലയക്കാരും പാപികൾ ആയിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? അല്ലല്ല, മാനസാന്തരപ്പെടാത്താൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അല്ല, ശീലോമിലെ ഗോപുരം വീണ് മരിച്ചുപോയ ആ 18 പേർ യെരൂശലേമിൽ പാർക്കുന്ന സകല മനുഷ്യരും കുറ്റക്കാർ ആയിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നു? അല്ലല്ല, മാനസാന്തരപ്പെടഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ ഈ ഉപമയും പറഞ്ഞ്, ഒരുത്തനും തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്നൊരു അത്തിവൃക്ഷമുണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു, കണ്ടില്ലാതാനും. അവൻ തോട്ടക്കാരനോട്, ഞാൻ ഇപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ലതാനും. അതിനെ വെട്ടിക്കളയുക, അത് നിലത്ത് നിഷ്ഫലമാക്കുന്നത് എന്ത് എന്ന് പറഞ്ഞു. അതിന് അവൻ, കർത്താവേ, ഞാൻ അതിനു ചുറ്റും കിളച്ചും വളം ഇടുവോളം ഈ ആണ്ടുകൂടെ നിൽക്കട്ടെ.